റമദാൻ 27 രാവിൽ ജനലക്ഷങ്ങൾ സംബന്ധിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ പ്രാർത്ഥനാ സംഗമത്തിന് സ്വലാത്ത് നഗറിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ തുടങ്ങി പുലർച്ചെ 3 മണി വരെ നീളുന്ന പ്രാർത്ഥനാ സംഗമത്തിന് സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിരവധി വിശ്വാസികളാണ് എത്തിച്ചേരുക. കോഴിക്കോട് പാലക്കാട് റൂട്ടിലോടുന്ന എല്ലാ KSRTC ബസ്സുകൾക്കും സ്വലാത്ത് നഗറിൽ സ്റ്റോപ്പ് അനുവദിച്ചു. പ്രാർത്ഥനാ സംഗമത്തിന്റെ ആത്മീയ മജ്ലിസുകളുടെ ഉദ്ഘാടനം സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നാളെ വൈകിട്ട് അസർ നിസ്കാരാനന്തരം ഗ്രാൻഡ് മസ്ജിദിൽ വെച്ച് നിർവഹിക്കും. കാണാം റിപ്പോർട്ട്. ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും സഹകരണത്തോടെയാണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അടിയന്തരാവശ്യങ്ങൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഇന്റൻസീവ് കെയർ യൂണിറ്റ് നഗരിയിൽ ക്യാമ്പ് ചെയ്യും. ഫയർഫോഴ്സിന്റെയും 5555 അംഗ വോളണ്ടിയർ കോറിന്റെയും സേവനമുണ്ടാകും. നഗരിയിലും പരിസരത്തും വിശാലമായ പന്തലുകളും ഓഡിറ്റോറിയങ്ങളും തയ്യാർ ചെയ്തിട്ടുണ്ട്. 100-ലധികം ഹെൽപ്പ് ലൈൻ കൗണ്ടറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം നോമ്പുതുറ അത്തായ സൗകര്യങ്ങളും സജ്ജീകരിക്കും. പ്രത്യേക ഗൾഫ് കൗണ്ടറും വിദൂരങ്ങളിൽ നിന്നെത്തുന്നവർക്ക് അത്തായ സൗകര്യവും പ്രത്യേകം ഒരുക്കും. പ്രാർത്ഥനാ സമ്മേളന ദിനമായ ശനിയാഴ്ച രാവിലെ മുതൽ വിവിധ ആത്മീയ വൈജ്ഞാനിക ചടങ്ങുകൾ നടക്കും. 1 ലക്ഷം പേർ സംബന്ധിക്കുന്ന ഗ്രാൻഡ് ഇഫ്താറും പള്ളിയിലും ഗ്രൗണ്ടുകളിലുമായി അവ്വാവീൻ, തറാവി, വിതർ നിസ്കാരങ്ങളും നടക്കും. രാത്രി 9-ന് മുഖ്യവേദിയിൽ പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ പ്രധാന ചടങ്ങുകൾ ആരംഭിക്കും. പ്രാർത്ഥനാ സമ്മേളന സമാപന ചടങ്ങുകൾ സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും. മഅദീൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി സന്ദേശ പ്രഭാഷണം നടത്തും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉപാധ്യക്ഷൻ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നടത്തും. ന്യൂസ് ഡെസ്ക് മഅദീൻ അപ്ഡേറ്റ്സ്.